നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. ഒരു ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് കിടക്കാം. NSE BSE ഇന്ന് ക്ലോസ് ആണ്. ഇന്ന് നമുക്ക് ഹോളിയുടെ അവധിയായിരുന്നു ഉണ്ടായിരുന്നത്. വരുന്ന വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ആണ്, ഗുഡ് ഫ്രൈഡേ കാരണം. അപ്പോൾ ഓൾറെഡി ഈ ഒരു മന്തിൻ്റെ എക്സ്പയറിയിലേക്കാണ് നമ്മൾ വരുന്നത്. കൂടാതെ തന്നെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡുമാണ്. പല മ്യൂച്വൽ ഫണ്ട് കമ്പനീസും ഫിനാൻഷ്യൽ ഇയറിൽ എൻഡ് ആയതുകൊണ്ട് പല കാര്യങ്ങളും പല വൈൻഡപ്സും എല്ലാം തന്നെ ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ, കൂടാതെ തന്നെ മന്തിലി എക്സ്പയറി ആയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ മാർക്കറ്റിൽ ഈ ഒരു 3 ദിവസവും വളരെയധികം വോളറ്റിലിറ്റി തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ബിറ്റ്കോയിൻ വീണ്ടും ഒരു 3500 പോയിൻ്റ് റാലി ഇനീഷ്യലി മോർണിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. 67,000 വീണ്ടും ബിറ്റ്കോയിൻ വരികയാണ്. ഗോൾഡും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,200 പെർ ഔൺസ് എന്ന നിലയിൽ നിന്നും ഫോളായ ഗോൾഡ് വീണ്ടും $2,160 വീണ്ടും തിരിച്ചു കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. FIs കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ദിവസം ബൈ നടത്തി, ബാക്കി എല്ലാ ദിവസവും സെല്ല് നടത്തി. അവരുടെ നെറ്റ് സെല്ല് 8,518 കോടി രൂപയാണ്. DAs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഏകദേശം ഒരു 19,348 കോടി രൂപയുടെ ബൈ നടത്തി മാർക്കറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ IT സെക്ടർ വളരെയധികം വീക്കായിരുന്നു. അസെഞ്ചർ എന്ന് പറയുന്ന US മേജർ IT കമ്പനി അവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കുറച്ചതുകൊണ്ട് ഇന്ത്യൻ IT കമ്പനീസ് കഴിഞ്ഞ സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുമ്പോൾ 6% ഇടിവും. ഇന്ത്യയിലെ ലീഡിംഗ് IT കമ്പനിയായിട്ടുള്ള TCS, ഇൻഫോസിസ്, വിപ്രോ, HCL, ടെക്കും തുടങ്ങിയ കമ്പനീസ് ഏകദേശം ഒരു 7% ഫോള് വീക്ക്ലി അടിസ്ഥാനത്തിൽ IT കമ്പനികൾ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ, മാരുതി, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിപണനം നടത്തുന്ന മാരുതി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയായിട്ടുള്ള മെഷീൻ ലേണിംഗ് കമ്പനിയായിട്ടുള്ള അമിഗോ ലാബ്സിൽ ഏകദേശം ഒരു 2 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ബജാജ് ഓട്ടോ CNG ബേസ്ഡ് ആയിട്ടുള്ള ബൈക്കുകൾ നിരത്തിലിറക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ICC സെക്യൂരിറ്റീസ് കമ്പനി സെബി ഐശ്വര്യസി സെക്യൂരിറ്റീസിന് വാർണിംഗ് ലെറ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് ലെറ്റേഴ്സ് എല്ലാം തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനി 89 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ഇൻകം ടാക്സിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രീസിനും 133 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചു. ഡോക്ടർ റെഡ്ഡി കമ്പനി US മേജർ ഫാർമ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ അവരുടെ പുതിയൊരു മെഡിസിൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനൊരു കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പ് കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ അത്ര നല്ല ദിവസമായിരുന്നില്ല. എസ്പെഷ്യലി ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് കഴിഞ്ഞ 10 ദിവസത്തെ ട്രേഡിംഗ് ഡേയിൽ 9 ദിവസം റെഡിൽ അടച്ച് ഏകദേശം ഒരു 22% ഒരു ഫോള് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. TCS ഫോളായിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റുള്ള എല്ലാ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കഴിഞ്ഞ ആഴ്ചയിൽ വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഏകദേശം 22,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് നഷ്ടപ്പെട്ടു. ഇലക്ട്രോണിക് മാർട്ട് കമ്പനി, ഇവർ ബജാജ് ഇലക്ട്രോണിക്സ് ബ്രാൻഡിൻ്റെ അണ്ടറിൽ പുതിയ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കമ്പനി വിപണിയിലേക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി അവിടെ ഒഡീഷയിലുള്ള പ്ലാന്റ് അടയ്ക്കാനായിട്ടൊരു ക്ലോഷർ നോട്ടീസ് അവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്തു. ടെക്കം കമ്പനി US മേജറായിട്ടുള്ള ടെക്നോളജി കമ്പനിയായിട്ടുള്ള ബ്രോൺ ഗ്രൂപ്പായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പുതിയ ബിസിനസ് കോൺട്രാക്റ്റുകൾ അവർ സൈൻ ചെയ്തു. RVNL കമ്പനി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് 229 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റിലയൻസ് പവർ കമ്പനി, റിലയൻസ് പവറിന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓർഡർ എടുത്തിട്ടുള്ളത് JSW എനർജിയാണ്. 132 കോടി രൂപയുടെ ഓർഡർ. KP എനർജി കമ്പനി ദ്വാരകയിൽ അവരുടെ പുതിയ പ്ലാന്റ് കമ്പനി ഉദ്ഘാടനം നടത്തി. അൾട്രാടെക് സിമെൻറ്റ് അവരുടെ പുതിയൊരു സിമെൻറ്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉത്തരാഖണ്ഡിൽ ഉദ്ഘാടനം നടത്തി. ഗ്രാന്തർ ഓയിൽ കമ്പനി 17 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അവാൻഡൽ കമ്പനിക്ക് 3 കോടി രൂപയുടെ ഓർഡർ കിട്ടി. HAL കമ്പനിക്ക് ആഫ്രിക്കൻ രാജ്യമായ ഗുയാനയിൽ നിന്ന് അവിടുത്തെ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ ഒരു ഓർഡർ കിട്ടിയതായിട്ടാണ് നമുക്കിപ്പോൾ ന്യൂസുകൾ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡേഴ്സ് തേടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ബിസ്മേറ്റ് ട്രേഡിങ്ങിൻ്റെ ട്രേഡിംഗ് വിങ് ആയിട്ടുള്ള ട്രേഡ് ബഡ്ഡി ടാബിൽ ഉണ്ട്, ചെക്ക് ചെയ്യാം.
അതും ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അടുത്ത ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഭീകരമായിട്ടുള്ള ഗ്ലോബൽ ഇവൻറ്റുകൾ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഒരു ആഴ്ചയിലും അത്ര സീവിയറായിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഇവൻറ്റ് രണ്ടെണ്ണമാണ് ഉള്ളൂ. നമുക്ക് അതിലേക്ക് കടക്കാം. മാർച്ച് 25-ന് യു എസിൽ നിന്ന്, അതായത് ഇന്ന് ബിൽഡിംഗ് പെർമിറ്റ് ഡേറ്റ ഇന്ന് 5:30 PM, ന്യൂ ഹോം സെയിൽ ഡേറ്റ 7:30 PM വരുന്നുണ്ട്. ഇന്ത്യ ക്ലോസ്ഡ് ആണ് കാണാം. മാർച്ച് 26-ന് യു എസിൽ നിന്ന് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ 6 PM, കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ 7:30 PM. മാർച്ച് 27-ന് യു എസിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് 8 PM. മാർച്ച് 28-ന് യു എസിൽ നിന്ന് GDPയും ഇനീഷ്യൽ ജോബിൽസ് ക്ലെയിമും 6 PM-നും, ജർമ്മനിയിൽ നിന്ന് അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച് 2:30 PM-നും, UK-യിൽ നിന്ന് GDP ഡേറ്റ 12:30 PM-നും ഉണ്ട്. മാർച്ച് 29-ന് ഫെഡിൻ്റെ ബാലൻസ് ഷീറ്റ് 2 AM-നും, ഇന്ത്യയുടെ RBI മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ 5 PM-നും ഉണ്ട്. നമുക്ക് ഡിവിഡൻഡ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കമ്പനീസ് നോക്കാം. ക്രിസിൽ ഡിവിഡൻഡ് മാർച്ച് 28-ന് 28 രൂപ, ആദ്യത്തെ വിഷൻ 5 രൂപ, REC 4.5 രൂപ, SBI കാർഡ് 2.5 രൂപ. ഇനി മാർച്ച് 2-ന് ഭാരത് ഡൈനാമിക് 8 രൂപ 85 പൈസ, TVS ഹോൾഡിംഗ് 94 രൂപ, അശോക് ലെയ്ലാൻഡ് മാർച്ച് 3-നാണ് ഇവരുടെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. പ്രൈസ് കിട്ടിയിട്ടില്ല. കുപ്പിഡ് കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് 10:1, ഒരു സ്റ്റോക്ക് 10 സ്റ്റോക്കായി മാറും. വരുൺ ബിവറേജിൻ്റെ ഡിവിഡൻഡ് ഏപ്രിൽ 4 റെക്കോർഡ് ഡേറ്റ് 1 രൂപ 25 പൈസ. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് കിടക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ആദ്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് നിഫ്റ്റിയുടെയാണ്. നിഫ്റ്റി സ്പോട്ട് 22,100 മേജർ സപ്പോർട്ട് സോൺ 22,000 ആണ്. ആ ലോങ് ബാറുള്ള ഗ്രീൻ ക്യാൻഡിൽ കാണാം. കൂടാതെ നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസ് സോൺ 22,500 എന്ന റേഞ്ചാണ്. നാളെ ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് 22,783 22,800 കൂട്ടിക്ക് 22,800 സ്പോട്ട് അറ്റ് ദ മണി. മേജർ സപ്പോർട്ട് സോൺ 20,300 റെസിസ്റ്റൻസ് സോൺ 21,000 21,300 PCR. പക്ഷേ നിഫ്റ്റിയുടെ പോലെ ഒന്നിന് മുകളിലില്ല, നിഫ്റ്റിനേക്കാൾ താഴെയാണ്. PCR 0.9 ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റും റെഡിൽ അടച്ചു. ഇതിൽ നിക്കി ജപ്പാൻ മാർക്കറ്റ് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് ഏകദേശം ഒരു 1 2 3 4 5 6 7 ടോപ്പിൽ ഒരു 3-ാമതും 4-ാമതൊക്കെയാണ് ഈ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഉള്ളത്. ഏറ്റവും ടോപ്പിൽ നോക്കാം, അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാകും. ഏറ്റവും ടോപ്പിൽ നമ്മൾ കാണുന്നത് ഗോൾഡാണ് 2164. അതിന് താഴെ ഉള്ള രണ്ടെണ്ണം വിട്ടേക്കാം. പിന്നീടുള്ളത് X200 ഓസ്ട്രേലിയ ആണ്, അത് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതിന് താഴെയുള്ള ചൈന, കൊറിയ, ജപ്പാൻ റെഡിൽ അടച്ചു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ബിറ്റ്കോയിൻ കാണാം $1,800 റാലി. അതിന് താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്, റെഡാണ്. അതിന് ഏറ്റവും താഴെ കാണുന്ന US മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ വാല്യൂ ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റ് ഡോ 300 പോയിന്റ് ഡിവ് ഉണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത വിപ്രോ 3%, ഇൻഫോസിസ് ഏകദേശം ഒരു 2% ഒരു ഫോളും നമ്മൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള ഗ്ലോബൽ ഇവൻറ്റുകൾ ആയിട്ട് നാളെ രാവിലെ 7:30 നമ്മൾ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ എത്താം. ഇന്നലെ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, കൊച്ചിയിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. ഫോട്ടോ ഇപ്പോൾ കാണുന്നുണ്ട്. അടുത്ത ആഴ്ചകളിൽ കൊച്ചിയിൽ വെച്ചൊക്കെ നമ്മൾ ക്ലാസ്സുകളുണ്ട്, ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.